ഹലോ. അപ്പം വീണ്ടും ഞാനിതാ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിനിതാ എല്ലില്ലാത്ത ചെറിയ ചിക്കൻ്റെ പീസ്, നമ്മളതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് മൂന്നും കൂടിയിട്ട് മിക്സ് ആക്കണം. കുഞ്ഞ് പീസാക്കിയതുകൊണ്ട് ഉപ്പെല്ലാം പെട്ടെന്ന് തന്നെ പിടിച്ചോളും. അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നന്നായിട്ട് മിക്സ് ആക്കിയാൽ മതി. ഇതിനങ്ങനെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. സാൻഡ്വിച്ചിന് നമുക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റുന്നതാണ്. ബ്രെഡും ചിക്കനെല്ലാം ഉണ്ടെങ്കിൽ ചിക്കനൊന്ന് ഫ്രൈ ചെയ്യേണ്ട ആ ഒരു സമയമേ ഇതിന് വേണ്ടു, ബാക്കിയെല്ലാം പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഇതാ നമ്മൾ ഈ സമയം പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങ് ഫ്രൈ ചെയ്യുക. ഞാനപ്പോൾ എണ്ണ ഒഴിച്ചപ്പം കുറച്ചൊന്ന് അധികമായിട്ടുണ്ട്. നിങ്ങൾ ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ മീനെല്ലാം ഫ്രൈ ചെയ്യാൻ എണ്ണ എടുക്കൂലേ, അങ്ങനെ എടുത്താൽ മതി. അധികം എണ്ണ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് അതിലേക്ക് ഇടുക. ഞാൻ എണ്ണ ചൂടാവാനൊന്നും നിന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇട്ടുപോയി. എന്താ വെച്ചാൽ മോൻ്റെ കൂടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 5:30 സമയമായി. അപ്പോൾ അവൻ 6 മണിയാകുമ്പോഴേക്ക് പോകും. അപ്പോൾ അവനും കൂടെ കൊടുക്കാമെന്നില്ല ഇതിൽ ഞാൻ വെപ്രാളത്തിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എണ്ണ ചൂടായിട്ടാകുമ്പം ചെയ്താൽ മതി, തിരക്കിട്ടൊന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അധികം ഇങ്ങനെ മൊരിഞ്ഞൊന്നും വരണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എണ്ണ കുറച്ചധികമാണെന്ന്. അപ്പോൾ അതിൽ നിന്ന് ഇതാ എണ്ണ മാറ്റിയിട്ട് ഞാൻ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇനി അത് തണുത്ത് വരണം. തണുത്ത് വന്നിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കൈ കൊണ്ട് ഇങ്ങനെ പീസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മയണൈസാണ്. മയണൈസ് ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കൽ നമ്മുടെ പച്ചമുട്ടയും സൺഫ്ലവറും വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ സമയം ഇരുന്നൂടാ, അപ്പോൾ അത് മോശമായി പോവും, ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നെല്ലാം പറയും. എന്നാൽ ഞാൻ വിചാരിച്ച് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ, മയണൈസ് ആക്കാമെന്ന്. അപ്പം ഞാനിത് ഇവിടെ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു മുട്ടയെ ഞാൻ ഇടുന്ന കാണിച്ചിട്ടുള്ളൂ. അപ്പം ഒരു മുട്ട കുറച്ച് മാത്രമേ ഉള്ളൂ മയണൈസ് ആക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെയും വേറൊരു മുട്ട കൂടെ പുഴുങ്ങിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മയണൈസ് ആക്കുന്ന പ്രോസസ്സെല്ലാം ഒന്ന് തന്നെയാണ്. വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും, പിന്നെ ഒരിത്തിരി ഉപ്പ്, പഞ്ചസാര ഒരു നുള്ള് നമ്മൾ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് നമ്മളെ വിനാഗിരിയും. അപ്പോൾ ഇതും കൂടി ഒഴിച്ചിട്ട് സാധാരണ നമ്മളെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതേ മയോണൈസിൻ്റെ അതേ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും. അപ്പോൾ ഇനി വേണ്ടത് നമുക്കിതാ എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ്, ക്യാരറ്റ്, കുക്കുംബർ, ക്യാബേജ്, പിന്നെ ഉള്ളി, തക്കാളി ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കനും കൂടി ഇടാനുണ്ട്. അപ്പോൾ ചിക്കൻ അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. അതിന് നമുക്കിതാ ചെറിയ പീസാക്കി എടുക്കണം, ഇങ്ങനെ കടിക്കാൻ പാകത്തിന്. എന്താ വെച്ചാൽ കുട്ടികൾക്ക് അത് കടിക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നും. ഈ മിക്സിയിലൊന്നും ക്രഷ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മയണൈസ് ഇതിവിടെ ശരിയായിട്ടുണ്ട്. ഇനി അത് ചിക്കൻ ഇതിലേക്ക് ഇടുക, പിന്നെ കുറച്ച് മയണൈസും കൂടിയിട്ട് മിക്സ് ആക്കുക. അപ്പം നമ്മളെ ചിക്കനും ഇട്ടെല്ലാം ആകുമ്പോഴേക്ക് ഇതിൽ നിന്ന് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം ഞാനിത് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ചിട്ട്, പിന്നെ ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട്, മയണൈസും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ 2 മുട്ട മാത്രമേ അടിച്ചിട്ടുള്ളൂ. നമ്മുടെ എണ്ണയും പച്ചമുട്ടയും കൂടിയിട്ട് മയണൈസ് ആക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷേങ്കിൽ പുഴുങ്ങിയ മുട്ട വെച്ച് അടിക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ പാക്ക് ബ്രെഡ് എടുത്തിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 4 മുട്ടയെങ്കിലും വേണ്ടി വരും. അപ്പം ഇവിടെ 2 മുട്ട എടുത്തുകൊണ്ട് മയണൈസ് കുറച്ച് കുറവാണ്. പിന്നെ പുഴുങ്ങിയ മുട്ട ആയതുകൊണ്ട് ഹെൽത്തി അല്ലേ. ഇനി നമുക്ക് ബ്രെഡ് ചൂടാക്കാം കേട്ടോ. ബ്രെഡ് അങ്ങനെ തന്നെ വെറുതെ ചൂടാക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചൊന്ന് നെയ്യാക്കിയിട്ട് ചൂടാക്കുക. ഞാൻ ഇവിടെ നെയ്യാക്കുന്നുണ്ട് കേട്ടോ. 2 ഭാഗത്തും കുറച്ചൊന്ന് നെയ്യ് സ്പ്രെഡാക്കിയിട്ട് ഒന്ന് 2 ഭാഗവും ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നെയ്യില്ലെങ്കിൽ വെറുതെ ചൂടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കാണുമ്പം സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നെല്ലാം തോന്നും, പക്ഷെ അതൊന്നല്ല, സിമ്പിളാണ് കേട്ടോ. നമ്മൾ ബ്രെഡ് ചൂടാക്കണം, ചിക്കൻ ഫ്രൈ ചെയ്യണം, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് അരിയണം, അത്രയേ ഉള്ളൂ. പിന്നെ അതിനിടയിൽ കുറച്ച് മയണൈസ് ആക്കണം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുട്ട പുഴുങ്ങിയിട്ട് മയണൈസ് ആക്കുന്നത്. നമ്മളെ പച്ച മുട്ടയും സൺഫ്ലവർ ഓയിലും വെച്ച് ആക്കുന്ന അതേ ടേസ്റ്റ് തന്നെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ആക്കുമ്പം കിട്ടുന്നുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കുന്നതിൽ മുട്ട കൂടുതൽ എടുക്കണം.
അപ്പോൾ ഹെൽത്ത് വൈസ് നോക്കുമ്പോഴും നമുക്ക് പുഴുങ്ങിയ മുട്ടയാണ് എന്തുകൊണ്ടും മയണൈസ് ആക്കാൻ നല്ലത്. അത് കുറച്ചധികം സമയം ഇരുന്നാലും വേറെ കുഴപ്പമൊന്നും വരാനില്ല. മറ്റേതാകുമ്പം നമ്മുടെ സൺഫ്ലവറും പച്ചമുട്ടയല്ലേ, അത് കുറേ സമയം ഇരിക്കൂല എന്നെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ അവസാന ഘട്ട പരിപാടിയാണ് കേട്ടോ. ഇനിയൊന്നുമില്ല, നമ്മുടെ ബ്രെഡിലേക്ക് മയണൈസ് ആക്കുക. ഞാൻ പറഞ്ഞില്ലേ മയണൈസ് കുറവായിരുന്നു എന്ന്. അപ്പോൾ അതിലുള്ളതിൽ ഞാനിങ്ങനെ വരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കണം കേട്ടോ. ടൊമാറ്റോ സോസെല്ലാം കുറച്ചാക്കിയാൽ മതി. പിന്നെ നമ്മുടെ മിക്സ് അത് അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ സമയം നോക്കിയപ്പോൾ 6 മണി ആവാനായി. അപ്പോൾ മോൻ്റെ കൂടെ കളിക്കുന്ന കുട്ടി പോകുമല്ലോ എന്ന് വെച്ച് പിന്നെ വെപ്രാളായി. അപ്പോൾ ഇനി അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുക. അപ്പം ഇനി ഒരു ചായയും കൂടെ ആക്കിയാൽ കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ഞാനിത് ഒരു 4 ഞാൻ അവർക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇതന്നെ സമയം വൈകിയതുകൊണ്ട് ഭയങ്കര വെപ്രാളായിപ്പോയി. പിന്നെ മയോണൈസും തീർന്നു പോയി. പിന്നെ ബാക്കിയില്ല ബ്രെഡിനൊന്നും ഞാൻ മയോണൈസ് ആക്കിയിട്ടില്ല. അല്ലാതെ തന്നെ നമ്മുടെ മിക്സിൽ മയോണൈസ് ഉണ്ടല്ലോ, അപ്പം അതിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആക്കിയാൽ ഒരു ടേസ്റ്റ് അല്ല, മയോണൈസിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല, കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ വരണ്ടി എടുത്തിട്ട് അങ്ങനെ അവർക്ക് മാത്രം ആക്കി കൊടുത്തത്. പിന്നെ ഞാൻ ആക്കിയതിലൊന്നും മയോണൈസ് ആക്കിയിട്ടൊന്നുമില്ല, ഈ മസാല ജസ്റ്റ് വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. ഞാൻ കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചു എന്തുണ്ട്, ടേസ്റ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ മോൻ്റെ ഫ്രണ്ട് പറഞ്ഞു തലേന്ന് ഞാനൊരു ബർഗർ കഴിച്ചിന്, അപ്പോൾ അതിലിങ്ങനെ ചിക്കനൊക്കെ കുറവായിരുന്നു, ഇത് ആൻറ്റി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ മോനോട് ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിക്കുവാന്നവൻ. അപ്പോൾ ഈ നീല ഷർട്ട് ഇട്ടതാണ് കേട്ടോ മോൻ്റെ ഫ്രണ്ട് ആദി. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.